ഈ നാട് മുഴുവൻ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തുകയും ലഹരിക്കെതിരെ വലിയ പോരാട്ടം നടത്തുക, ലഹരി വിൽപ്പന നടത്തുന്നവരെ കൊണ്ടുവരുന്നവരൊക്കെ അറസ്റ്റ് ചെയ്യണമെന്ന് നാഴികക്ക് 40 വട്ടം പറഞ്ഞ് സർക്കാരിനെ കുറ്റം പറയുന്ന ഒരു ലീഗിൻ്റെ നേതാവ്, ലീഗിൻ്റെ വെറും നേതാവല്ല, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാൾ ലഹരി ഉപയോഗത്തിനും ലഹരി വിൽപ്പനയ്ക്കും ഒക്കെ ഒരു പ്രധാന കണ്ണിയായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പോലീസ് കണ്ടെത്തുക. മറ്റാരുമല്ല, PK ഫിറോസിൻ്റെ സഹോദരനെ കുറിച്ച്. എന്താണ് ശരിക്കും ഇതിൽ ലീഗിൻ്റെ നിലപാട് എന്താകാനാണ് സാധ്യത? ലീഗിൻ്റെ നിലപാട് എന്താണ് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. പക്ഷേ ലീഗിന് ഇതിനെ ന്യായീകരിച്ച് നിൽക്കാനായിട്ട് പറ്റില്ല. പ്രധാനപ്പെട്ട കാര്യം, മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിൻ്റെ ഒരു പാർട്ടിയാണ്. അവർ എത്ര മതേതര പാർട്ടിയാണ് എന്ന് പറഞ്ഞാലും സോഷ്യലിസ്റ്റ് പാർട്ടിയാണെന്ന് പറഞ്ഞാലും ഒന്നും അതിൽ കഥയില്ല. കാരണം അതിൽ മുസ്ലിങ്ങൾ മാത്രമല്ല, മുസ്ലിങ്ങളിലെ അവരുടെ സ്വത്വബോധത്തിൻ്റെ പ്രതീകമായിട്ട് നിലനിൽക്കുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അങ്ങനെ തന്നെ കണക്കാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ലഹരി എന്ന് പറഞ്ഞാൽ ഹറാമാണ് എന്ന് തന്നെയാണ് അവർ കണക്കാക്കിയിരുന്നത്. അത് ഹലാലല്ല. അപ്പോൾ ഇനി എപ്പോഴാണ് ഈ ലഹരി ഹലാലായി മാറുക എന്ന് പറയുന്ന ചോദ്യമായിരിക്കും ഇനി അവരുടെ മുന്നിലേക്ക് വരുന്നത്. ഇപ്പോൾ PK ഫിറോസിൻ്റെ അനുജൻ PK ബുജൈർ എന്ന് പറയുന്ന കക്ഷിയാണ് പോലീസ് പിടികൂടുന്നത്. പോലീസ് പിടികൂടുന്ന സമയത്ത് അയാൾ പോലീസിനെ ആക്രമിക്കുകയാണ് ചെയ്ത്. അങ്ങനെ ആക്രമിച്ച് ആ അക്രമത്തിൻ്റെ പിന്നിൽ എന്താണ് എന്ന് പോലീസ് അന്വേഷിക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് അദ്ദേഹം ലഹരി സംഘത്തിൽപ്പെട്ട ഒരാളാണ് എന്ന് തിരിച്ചറിവുണ്ടാകുന്നത്. കാരണം അദ്ദേഹം സ്ഥിരമായിട്ട് ഇത്തരം ഇടപാടുകൾ നടത്തുന്ന റിയാസ് എന്ന് പറയുന്നത് അയാൾ CPM കാരനാണെന്നാണ് ഫിറോസ് പറയുന്നത്. ഇയാൾ CPM കാരനായാലും ഇല്ലെങ്കിലും ഇത് ലഹരിയുടെ പ്രശ്നമാണ്, ലഹരി കച്ചവടത്തിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ സ്വന്തം കുടുംബത്തിൽ നിന്ന് ഒരാൾ അങ്ങനെ ലഹരിയുമായി ബന്ധപ്പെട്ട് പോലീസ് കേസിലായിക്കഴിഞ്ഞാൽ എന്ത് നിലപാടാണ് അക്കാര്യത്തിൽ മുസ്ലിം ലീഗ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ PK ഫിറോസ് എടുക്കേണ്ടത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഈ ചോദ്യം ഏറ്റവും ശക്തമായിട്ട് ഇപ്പോൾ ഉയർത്തുന്നത് കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷ് കോടിയേരിയാണ്. കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ബിനീഷ് കോടിയേരിയെ ലഹരി മരുന്ന് കടത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കേസുണ്ടാക്കി അയാളെ പിടിച്ച് ജയിലിലിടുന്നു. അങ്ങനെ അയാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോകുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കിയപ്പോൾ അത് വളരെ കൃത്യമായിട്ട് സംഘപരിവാർ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ നിർവഹിക്കപ്പെട്ടതായിട്ടുള്ള ഒരു പരിപാടിയാണെന്ന് പിന്നീട് തെളിയിക്കപ്പെടുകയും അയാളെ പിന്നീട് വെറുതെ വിടുകയൊക്കെ ചെയ്തു. പക്ഷേ 1 വർഷത്തിലധികം അയാൾ ജയിലിൽ കിടക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ ജയിലിൽ കിടക്കുന്നതിന് മുമ്പുള്ള ഘട്ടത്തിൽ PK ഫിറോസ് വളരെ ശക്തമായിട്ട് കോടിയേരി ബാലകൃഷ്ണനെതിരെയും അതുപോലെ ബിനീഷ് കോടിയേരിക്കെതിരെയും പോസ്റ്റിട്ട ആളാണ്. പോസ്റ്റിട്ടെന്ന് മാത്രമല്ല, നിരന്തരമായിട്ട് പ്രസംഗിച്ചു, പത്രസമ്മേളനം നടത്തി, അങ്ങനെ വലിയ ആക്ഷേപം നടത്തിയ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ബിനീഷ് കോടിയേരി ഇപ്പോൾ തിരിച്ച് ഫിറോസിന് നേരെ വിരൽ ചൂണ്ടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. അന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഈ വിഷയത്തെ എങ്ങനെയാണ് സ്വീകരിച്ചത്? വളരെ വളരെ മാതൃകാപരമായിട്ടുള്ള രീതിയിലാണ് ആ വിഷയത്തെ അദ്ദേഹം സ്വീകരിച്ചത്. അദ്ദേഹം പറഞ്ഞു, മക്കൾ അവർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ, അവർ കുറ്റവാളികളാണെങ്കിൽ അവർക്കെതിരെ കേസെടുക്കട്ടെ, കോടതി അവർക്ക് ശിക്ഷ കൊടുക്കട്ടെ. എൻ്റെ മകനാണ് എന്ന് കരുതി ഞാനവനെ രക്ഷിക്കാനായിട്ട് പോകുന്നില്ല എന്നാണ് പറഞ്ഞത്. ആ നിലപാടാണ് യഥാർത്ഥത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷ് കോടിയേരിക്ക് ജയിലിലേക്കുള്ള വഴി തുറന്നത്. അദ്ദേഹത്തിന് വേണമെങ്കിൽ അതിനകത്ത് തൻ്റെ അധികാരം ഉപയോഗിച്ച് പല കാര്യങ്ങളും ചെയ്യാമായിരുന്നു. പക്ഷേ കോടിയേരി ബാലകൃഷ്ണൻ ചെയ്തില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ നേതൃത്വ സ്ഥാനത്തിൻ്റെ ഔന്നത്യത്തെയാണ് യഥാർത്ഥം നമ്മുടെ മുന്നിൽ കാണിക്കുന്നത്. എന്നാൽ അതിൽ വ്യത്യസ്തമായിട്ടുള്ള നിലപാടാണ് പിണറായി വിജയൻ്റെ മകൾ വീണയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന കേസിലൊക്കെ പിണറായി വിജയൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ പിണറായി വിജയൻ അന്നെടുത്ത നിലപാടും ഇന്നെടുക്കുന്ന നിലപാടും ഒന്ന് തന്നെയാണ് എന്ന ചോദ്യം പാർട്ടിക്കകത്ത് ഉയർന്നിരുന്നു. അത് ഇരട്ടത്താപ്പാണ് എന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടുന്ന തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങുകയും കാര്യങ്ങൾ മാറുകയും ഒക്കെ ചെയ്തത്. അതുകൊണ്ട് ഇപ്പോഴും പിണറായി വിജയനെതിരെയും ഈ ഇരട്ടത്താപ്പിൻ്റെ ഒരു വിഷയം ഉന്നയിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തീർച്ചയായിട്ടും PK ഫിറോസ് ഇതിന് ഉത്തരം നൽകേണ്ടതാണ്, മുസ്ലിം ലീഗ് ഉത്തരം നൽകേണ്ടതാണ്. പാണക്കാട് തങ്ങളും ഇതിനകത്ത് യഥാർത്ഥത്തിൽ ഉത്തരം നൽകാൻ ഉത്തരവാദികളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ PK ബുജൈറിൻ്റെ കേസ് സംസാരിക്കുന്ന സമയത്ത് ഫിറോസ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിച്ച് പറഞ്ഞത് പിടിച്ചത് CPM കാരനെയാണ്. ബുജൈർ അതിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം മാത്രമാണ്. പിടിച്ചത് CPM കാരനാണ്, അയാളാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ആൾ. ബാക്കിയെല്ലാം പോലീസ് കെട്ടിച്ച് നമുക്കാണ് എന്നുള്ള രീതിയിലേക്കാണ് ഈ കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ പോലീസിന് ഈ ലഹരി ഉപയോഗം, ഒരാൾ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു 6 മാസം വരെ പോലീസിന് അത് തെളിവ് സഹിതം പിടിക്കാൻ പറ്റും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവരുടെ രക്തത്തിൽ അതുണ്ടാവും, നഖം വരെ ടെസ്റ്റ് ചെയ്താൽ കിട്ടും എന്നാണ് പറയുന്നത്. എന്തായാലും ബുജൈറിൻ്റെ കാര്യത്തിൽ ലീഗ് പെട്ടു എന്ന് തന്നെ നമുക്ക് പറയാം, അല്ലേ?
അല്ല, ബിനീഷ് കോടിയേരിയുടെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് അവർക്ക് അയാൾ ലഹരി ഉപയോഗിച്ചിരുന്ന ഒരാളാണ് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഈ PK ഫിറോസിൻ്റെ സഹോദരൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് ഈ ടെസ്റ്റുകളൊക്കെ നടത്തി അയാൾ ലഹരിക്ക് അടിമയാണെന്നും ലഹരി സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഫിറോസ് അതിന് മറുപടി പറയുക? മുസ്ലിം ലീഗ് വലിയ പ്രതിസന്ധിയിലെത്തിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മറ്റ് വിഷയങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ലഹരി കേസ് എന്ന് പറയുന്നത്. അത് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, പ്രതിഭയുടെ മകൻ്റെ കാര്യത്തിൽ ഇതുമാതിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, അതിനകത്ത് ഇടപെടലുകളൊക്കെ ഉണ്ടായി. അവസാനം ആ ചെറുക്കനെ വെറുതെ വിട്ട കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണ്. രാഷ്ട്രീയ ഇടപെടലുണ്ടെങ്കിൽ പലരെയും നമുക്ക് എന്ത് ചെയ്യാം, വെറുതെ വിടാം. എന്നുവെച്ചാൽ വെള്ളം പൂശാൻ എളുപ്പമുള്ള ഒരു മേഖലയാണ് രാഷ്ട്രീയ സ്വാധീനവും അധികാരവും എന്ന് പറയുന്നത്. അതുകൊണ്ട് പലരും വെള്ളപൂശപ്പെടും. അതേപോലെ തന്നെ ഈ രാഷ്ട്രീയ അധികാരം ശത്രുതാപരമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് കുറ്റവാളികൾ അല്ലാത്ത ആളുകൾ, അതായത് വളരെ നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾ കുറ്റവാളികളായിട്ട് ജയിലിൽ കിടക്കാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ്. രാഷ്ട്രീയം അങ്ങനെയാണ്, ഇരുനില വാളാണ്. ചിലപ്പോൾ അത് സഹായിക്കും, ചിലപ്പോൾ ശരിക്കും പറഞ്ഞാൽ നശിപ്പിച്ച് കളയും എന്നുള്ളതാണ്. ഈ ഫിറോസിൻ്റെ അല്ല ബുജേറിൻ്റെ കാര്യത്തിൽ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കന്മാരാരും ഔദ്യോഗികമായിട്ട് ഒരു പ്രതികരണത്തിന് തയ്യാറാവുന്നില്ല. പലപ്പോഴും മാധ്യമങ്ങൾ ഈ വിഷയം സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് മാധ്യമങ്ങൾക്ക് പിടി നൽകാതെ മാറി പോകുന്നതാണ് അവരുടെ ഒരു ഇപ്പോഴത്തെ രീതി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഏത് കേസ് വന്നു കഴിഞ്ഞാലും പാണക്കാട് കുടുംബം, പാണക്കാട് തങ്ങൾ സ്വാഭാവികമായിട്ടും ആദ്യഘട്ടത്തിൽ അതിനെ തള്ളിപ്പറഞ്ഞിട്ട് അവരുടെ മുഖം രക്ഷിക്കാറാണുള്ളത്. ഇതിനു മുമ്പുണ്ടായ ലഹരി കേസ് അല്ലെങ്കിൽ മറ്റ് പല കേസുകളാണെങ്കിൽ പോലും. പക്ഷേ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുകളൊക്കെ ഇതുവരെ വിരലിൽപ്പെട്ട ഒരുപാട് ആളുകൾ പ്രതിയാക്കപ്പെടുകയും ഒക്കെ വന്നതാണല്ലോ. ആ സംഭവങ്ങളിലൊക്കെ അവർ അങ്ങനെ തന്നെ ഇടപെട്ടിരുന്നത്. ശരിയാണ്. പക്ഷേ ഈ ഒരു കേസിൽ മാത്രം എന്തായിരിക്കും ഫിറോസ് അത്രമാത്രം പാണക്കാട് കുടുംബത്തിനും ലീഗിനും വേണ്ടപ്പെട്ട ആളായതുകൊണ്ടായിരിക്കും അതിൽ ഇനിയൊന്നും മിണ്ടണ്ട, തൽക്കാലം തേഞ്ഞു മാഞ്ഞു പോവുകയാണെങ്കിൽ അങ്ങ് പോട്ടെ എന്ന് വെച്ചിട്ട് പറയുന്നുണ്ടാവും, നന്നായി സ്വീകരിക്കുന്നുണ്ടാവുക? അല്ല, ഇന്ന് നമ്മൾ കണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസം ബിനീഷ് കോടിയേരിയുടെ ദിവസമാണ്. അതുകൊണ്ട് ബിനീഷ് കോടിയേരി വളരെ ശക്തമായിട്ടുള്ളൊരു പോസ്റ്റ് അതിനകത്ത് ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ആ പോസ്റ്റ് എനിക്ക് തോന്നുന്നു ഫിറോസിൻ്റെ രാഷ്ട്രീയ അസ്തിത്വത്തെ വരെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റാണ്. അപ്പോൾ എൻ്റെ കുടുംബത്തിന് നേരെ, എൻ്റെ നേരെ, എൻ്റെ അച്ഛന് നേരെ നിങ്ങൾ ഉയർത്തിയ സമയത്ത് അത് തിരിച്ചതാ ഇപ്പോൾ നിങ്ങൾക്ക് നേരെ വന്നിരിക്കുന്നു. നിങ്ങൾ എന്ത് പറയും? ഒരു ദിവസം വരും എന്ന് എനിക്കറിയാമായിരുന്നു. ആ ദിവസം എത്തിയിരിക്കുകയാണ്. ആ ദിവസത്തിൽ നിന്നുകൊണ്ട് സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിനെയും അതേപോലെ തന്നെ PK ഫിറോസിനെയും കുരിശിലേറ്റാനായിട്ടുള്ള വഴികൾ തന്നെയാണ് ബിനീഷ് കോടിയേരി അന്വേഷിക്കുക. മറ്റ് രാഷ്ട്രീയ നേതാക്കളൊന്നും ഇതിൻ്റെ കാര്യമായിട്ട് ഇടപെട്ടുള്ളത് ശരിയാണ് അല്ലേ? അങ്ങനെ രാഷ്ട്രീയ ഇടപെടലുകളുടെ പ്രസ്താവനകളുടെ ഒന്നും പ്രതിഫലനം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. കാരണം നേതാക്കന്മാരൊക്കെ തമ്മിൽ ഒരു വലിയ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അവരുടെ കുടുംബം, അവർ ഒക്കെ ഇതിലൊക്കെ ഏത് കേസിൽ പെട്ട് കഴിഞ്ഞാലും ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എന്ത് ചെയ്യും, സഹായിക്കുന്ന പരസ്പര സഹായ സംഘങ്ങൾ തന്നെയാണ്. പല കാര്യങ്ങളും നമുക്കറിയാവുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് വലിയ കൂട്ടുകൃഷിയാണ്. ആ കൂട്ടുകൃഷിയുടെ ഒരു ഉൽപ്പാദനം നടക്കുമ്പോൾ നമുക്ക് PK ഫിറോസിനോ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കോ എന്തെങ്കിലും കുഴപ്പം ഈ വിഷയമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്നത് മണ്ടത്തരമാണ്. കാരണം ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ല. കുറച്ച് ദിവസം വാർത്തകളൊക്കെ ഉണ്ടാകും. ബിനീഷ് കോടിയേരി പക്ഷേ പെട്ടുപോയ ഒരാളാണ്. എന്തുകൊണ്ട് എന്ന് വളരെ ഊർജിതമായിട്ടുള്ള അന്വേഷണം, അഗാധമായിട്ടുള്ള അന്വേഷണം നടത്തിയാൽ മാത്രമാണ് അതിനകത്ത് എന്തെല്ലാമാണ് ഉണ്ടായിരുന്നത്, സ്വന്തം പാർട്ടിക്കാർ തന്നെ പാരവെച്ചോ എന്നൊക്കെ ഉള്ളത് പിന്നീട് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ. എന്തായാലും PK ഫിറോസിൻ്റെ കാര്യത്തിലെ രാഷ്ട്രീയ വേതാളങ്ങൾ രംഗത്തിറങ്ങാനും അയാളെ രക്ഷിക്കാനുമായിട്ടുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഈ വാർത്ത ചിലപ്പോൾ കുറേ ദിവസം കഴിയുമ്പോൾ അധികമാരും ചർച്ച ചെയ്യാതെ കെട്ടടങ്ങി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്നാൽ ബിനീഷ് കോടിയേരി പക്ഷേ അതിങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുക. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഏതാണ്ട് ഒരു വർഷക്കാലത്ത് അദ്ദേഹം ജീവിതത്തെ ശരിക്കും കവർന്നെടുത്തത് ഈ ശത്രുപക്ഷത്ത് നിൽക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയ കക്ഷികളുടെ വളരെ ഗൂഢമായിട്ടുള്ള നീക്കത്തിൻ്റെ ഫലമായി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.